അങ്ങനെ ആകാംക്ഷാഭരിതരായിട്ട് നമ്മളെല്ലാം കാത്തിരുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മഹാസ മഹാ- മഹാസമ്മേളനം ജന്തർ മന്ദറിൽ ചീറ്റിത്തെറിച്ച് പോകുന്ന കാഴ്ച കണ്ടു. എനിക്ക് അതിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയോട് ഒരു സഹതാപം ആണ്. പിള്ളേരാണ്, എന്തെങ്കിലുമൊക്കെ ചില്ലറ പീക്കിരി പരിപാടികൾ കാണിച്ചിട്ട് പോകേണ്ടവരാണ്. അത് പക്ഷേ ആകാശം ഇടിഞ്ഞ് വീഴുന്ന, ആറ്റം ബോംബ് വീഴുന്ന വലിയ പരിപാടിയാണെന്ന്. ഇതോടെ നരേന്ദ്രമോദി രാജിവെക്കുകയും അമിത്ഷാ രാജിവെക്കാതെയും ഡൽഹിയിൽ നിന്ന് വണ്ടി കയറുമെന്നൊക്കെ പറഞ്ഞിട്ട് മലയാള മാധ്യമങ്ങൾ, മലയാള ചാനലുകൾ വെച്ചടിച്ച് എത്ര ദിവസമായിട്ട് ടെമ്പോ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. തലയ്ക്ക് വെളിവില്ലാത്ത കൊച്ചു പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ ടി വി ചാനലിൽ, വാർത്തയിൽ, മറ്റേ ചർച്ചയിൽ ഒക്കെ വന്നിട്ട് അങ്ങ് വിലസ് കാണും. എന്തായതാന്ന് ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. കാര്യങ്ങളെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല. ഇവർ കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിയതെന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്. നമ്മളുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കുറേ പാറ്റയെ പോലെ തൊഴിലില്ലാത്ത കുറേ എണ്ണം നടപ്പുണ്ടെന്നൊക്കെ പറയും. വക്കീലന്മാരുടെ ഒരു കേസിലാണ്. കള്ളവക്കീലന്മാർ തൊഴിലില്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. അത് വലിയ വാർത്തയൊക്കെ ആക്കി തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പാറ്റയെന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിലിരിക്കുന്ന ഒരു ചെറുക്കൻ കയറിയിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കി. അതിനെന്തോ 2 കോടി ആൾക്കാർ ഫോളോ ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ എന്നൊക്കെ പറഞ്ഞാണ് ബഹളം തുടങ്ങിയത്. അപ്പോൾ അന്ന് ഇവരുടെ ലക്ഷ്യം ഒന്ന്, വിരമിച്ച ജഡ്ജിമാർക്ക് വേറെ ജോലി കൊടുക്കുകയില്ല. വേണ്ടപ്പാ, നിങ്ങൾ കൊടുക്കണ്ട, അവർ വേറെ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോളും. ഒന്നുമില്ലേ, സുപ്രീം കോടതിയുടെ വാദത്തിൽ തട്ടുകടയിട്ട് അവർ ജീവിച്ചോളും. അടുത്ത തീരുമാനമായിരുന്നു അതിലും കടുപ്പപ്പെട്ടത്. അദാനിയുടെയും അംബാനിയുടെയും ഉടമസ്ഥതയിലുള്ള ചാനലുകളെല്ലാം അടച്ചു പൂട്ടും. ഭരണഘടന സംരക്ഷിക്കാൻ നടക്കുന്ന ആൾക്കാരാണ് അദാനിയുടെ അംബാനിയുടെ ചാനലുകളെല്ലാം അടച്ചു പൂട്ടും. ഇതെങ്ങനെയാണ് ഭരണഘടനയിൽ ഒക്കുന്നത്? അദാനിക്ക് എന്താ ചാനൽ നടത്തിക്കൂടെ? നിങ്ങൾ എന്ത് പറഞ്ഞ് പൂട്ടാൻ പോകുന്നത്? എന്ത് വായിക്കോട്ടെ, ആ മണ്ടത്തരമൊക്കെ എഴുതി വെച്ചു. പിന്നെ ഭരണഘടന ഉയർത്തിപ്പിടിക്കും എന്നൊക്കെ എഴുതി വെച്ചിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം ഞാൻ ദിവസം 3 നേരം ചെയ്യുന്നതാണ് ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത്. ഇച്ചിരി അധ്വാനമുള്ള കാര്യമാണ്, എന്നാലും നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം വന്നു കഴിഞ്ഞപ്പോഴെന്താ, നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോർന്നു, CBSEയുടെ റിസൾട്ട് വാല്യുവേഷൻ ശരിയായില്ല. ഇതതിന് ശേഷമുണ്ടായൊരു ഡെവലപ്മെൻറ്റാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് കോക്രോച്ച് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുള്ള ബഹളത്തിൻ്റെ സമയത്ത് ഈ നീറ്റ് പരീക്ഷയുടെ ലീക്കേജും ഇല്ല, ഒരു ലീക്കേജും ഇല്ല. പിന്നീട് ഇറക്കിയ നമ്പറാണ്. കാരണം ആൾ കൂടണ്ടേ, എന്തെങ്കിലും ഒരു പ്രശ്നം വേണ്ടേ. ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കിട്ടുമോ? അവർ പറഞ്ഞ് ഇത് ഞാൻ വീട്ടിലിരുന്ന് ഉയർത്തിപ്പിടിച്ചോളാം, ജന്തർ മന്ദറിലെ ആ വെയിൽ കൊണ്ട് എനിക്ക് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ജന്തർ മന്ദറിൽ പോയിട്ടുണ്ടോ? ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലം, ഒരു വശത്ത് കടകളൊക്കെ ഉണ്ട്, മലയാളിയുടെ കടയൊക്കെ ഉണ്ട് കേട്ടോ. ദോശ പരിപ്പോടെയൊക്കെ കിട്ടുന്ന കടയൊക്കെ ഉണ്ട്. ഗോപാലൻ ചേട്ടൻ്റെയോ ഗോവിന്ദൻ ചേട്ടൻ്റെയോ കടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മലയാളി ടീം പത്രപ്രവർത്തകരൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ദോശ കഴിക്കുക ഇതൊക്കെ ചെയ്യുന്നത് അവിടെയാണ്. അതല്ലാതെ അവർക്ക് കേരള ഹൗസിൽ പ്രത്യേക ക്യാൻറ്റീൻ വേറെയുണ്ട്. അവർക്ക് പ്രത്യേകമല്ല, നമുക്കും കയറി കഴിക്കാം. ഇതൊക്കെയാണ് അവിടുത്തെ സംവിധാനം. ഈ ജന്തർ മന്ദറിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇതുപോലെ ഞാൻ നടുവുളുക്കി ചിരിച്ചു പോയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നത് പതിദാർ ആന്തോളൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഗുജറാത്തിൽ ഒരു ചെറുക്കൻ, ഹാർദിക് പട്ടേൽ എന്ന് പറയുന്ന ചെറുക്കൻ 2015 ഇറക്കിയ ഒരു നമ്പറാണ്. പട്ടേൽമാർക്ക് സംവരണം വേണം എന്ന് പറഞ്ഞ് തുടങ്ങി അങ്ങോട്ടൊരു ബഹളം. ഇതുപോലെയൊന്നും ആയിരുന്നു, ചെറിയ ബഹളമൊന്നും ആയിരുന്നില്ല കേട്ടോ, വലിയ ബഹളം, വലിയ റാലി, സമ്മേളനം. അഹമ്മദാബാദിൽ 2 ലക്ഷം പേര് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചെണ്ടയൊക്കെ അടിച്ചുള്ള ബഹളം. അപ്പം ഞാനിടയ്ക്ക് ഡൽഹിയിൽ പോയപ്പോൾ ഈ ജന്തർ മന്ദറിൽ
പതിദാർ ആന്തോളൻ്റെ സമരക്കാർ വരുന്നു എന്നറിഞ്ഞു. എന്നാ ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് ഞാനും പോയി. ഞാൻ മാത്രമല്ല, അവിടെ നടക്കുന്ന ഓരോ സമരവും കാണാനായിട്ട് സമരത്തിൽ പങ്കെടുക്കുന്ന ആളിനേക്കാൾ കൂടുതൽ കാഴ്ചക്കാരുണ്ടാകും. സമയവും പോകും. നമുക്ക് ഗോപാലൻ ചേട്ടന് കടയിൽ നിന്ന് ചായ കുടിക്കാൻ പരിപ്പോടെയൊക്കെ തിന്നിട്ട് നിന്ന് സമരം കാണാം, ഇവരുടെ കലാപരിപാടികൾ കാണാം. ഞാനവിടെ പോയി. അല്ലേ, എണ്ണി 12 പേര്, 1 ഡസൻ ആൾക്കാരുണ്ട്. ഈ ഹാർദിക് പട്ടേലിൻ്റെ മുദ്രാവാക്യം നേരെ വിളിക്കാനുള്ള ആൾ പോലും ഇല്ല. ഒരു ടർപ്പാള ഇട്ടിട്ട് അതിൻ്റെ കീഴേ നിൽക്കുകയാണ് കക്ഷികൾ. കൃത്യം 12 പേര്. അത്ര അപഹാസ്യമായിട്ടാണ് ആ സമരം അവസാനിച്ചത്. ഹാർദിക് പട്ടേൽ പിന്നെ കോൺഗ്രസ്സിൽ ചേർന്നു. കോൺഗ്രസ്സിൽ ഇദ്ദേഹത്തിന് ഗുജറാത്ത് PCCയുടെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി. ആരും ഒരു പച്ചയും പിടിക്കുന്നില്ല. അവസാനം ചെറുക്കൻ BJPയിൽ ചേർന്നു. BJPയിൽ ചേർന്നിട്ട് BJP ഇയാൾക്കൊരു സീറ്റ് കൊടുത്തു. ആൾ പ്രശസ്തനായില്ല. സീറ്റ് കൊടുത്തു, വിരംഗാം അങ്ങനെ ഒരു സീറ്റാണ്. അവിടെ ജയിക്കുകയും ചെയ്തു, MLA ആയി. ഇതാണ് അയാളുടെ സമരം, പതിദാർ ആന്തോളൻ. പട്ടേൽമാർക്ക് സംവരണം കിട്ടാനുള്ള ആ ആന്തോളൻ. ഇതുപോലെ വേറൊരു ആന്തോളനമാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. വേറെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഈ ജന്തർ മന്ദർ എന്ന് പറയുന്നത് ആന്തോളൻ നടത്താനുള്ള സ്ഥലമാണ്. ആന്തോളനം ദോളനം എന്നുള്ള നമ്മുടെ സിനിമ പാട്ടില്ലേ, അത് അവിടെ വേണം വയ്ക്കാനായിട്ട്. ദിവസവും രാവിലെ ആ പാട്ടിങ്ങനെ തുടർച്ചയായിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ കൃത്യമായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആന്തോളൻ ജീവികൾ എന്നറിയാനുള്ള സ്ഥലം. അപ്പോൾ രാവിലെ മുതൽ ഞാൻ ഈ TV മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. എങ്ങനെയുണ്ട് സമരത്തിന് ആൾ കൂടിയോ? കാരണം 2 കോടി ഫോളോവേഴ്സുള്ള ആളാണ്. അതിൻ്റെ 10% ആൾ കൂടിയെന്ന് വെച്ചോ. അപ്പോൾ എത്രയായി? 20 ലക്ഷം ആളായി. ഡൽഹി മൊത്തം നിറഞ്ഞു പോകും. ഡൽഹിയുടെ ജനസംഖ്യ 4 കോടിയാണ്. അവിടെ ഈ 20 ലക്ഷം കൂടെ ചെന്ന് കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ? നിന്ന് മരുങ്ങി തിരിയാൻ പറ്റില്ല അവിടെ. അതുപോട്ടെ, 1% എടുത്തു കഴിഞ്ഞാൽ തന്നെ 2 ലക്ഷമായി ഇല്ലേ? 2 ലക്ഷം ആൾ കൂടിയാലത്തെ സ്ഥിതി എന്താ? ഡൽഹിക്ക് ശ്വാസം മുട്ടും, സ്ഥലമില്ല. അപ്പോൾ ഇത് അതിഭയങ്കരമായ ഒരു കെട്ടുകാഴ്ചയാണല്ലോ എന്ന് വിചാരിച്ച് TV ഞാൻ മാറി മാറിയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് മലയാള മാധ്യമങ്ങളൊക്കെ ഡൽഹിയിൽ CJPയുടെ പ്രതിഷേധം എന്നൊക്കെ എഴുതി കാണിക്കുന്നതല്ലാതെ വിഷ്വലില്ല. അങ്ങനെ ഞാൻ ചാനൽ മാറ്റി മാറ്റി വന്നപ്പോൾ ജനം TV ഇവരെ കളിയാക്കിക്കൊണ്ട് പരിപാടി നടത്തുന്നു. അവിടെ വെയിലത്ത് ജനം TVയുടെ റിപ്പോർട്ടറും ക്യാമറമാനും ഒക്കെ നിൽപ്പുണ്ട്. മൈതാനം പോലെ കിടക്കുന്ന ഒരു പട്ടിയില്ല. നുള്ളിപ്പെറുക്കി അവർ 150 പേര് വരും. ഇത് ഉച്ചയ്ക്കൊരു 12 മണിയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഒരു 150 പേര് വരും. അപ്പോൾ ജനം TVക്കാർ പറഞ്ഞു, ദേ ആ മൂലയ്ക്ക് ചെറിയൊരു ആൾക്കൂട്ടം കാണുന്നില്ലേ, അതിൻ്റെ നടുക്കിരിപ്പുണ്ട് ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന മഹാൻ. ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവരടുത്തൊക്കെ പോയി കാണിച്ചു. പിന്നെ കാണാൻ വന്ന് നിൽക്കുന്നവരെയും അവർ കാണിച്ചു. ജനം TV മരത്തിൻ്റെ ചുവട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. ഈ സമരത്തിന് വന്നവരെക്കാൾ ഇരട്ടിയുണ്ട് കാണാൻ വന്ന് നിൽക്കുന്നവർ. എനിക്കിത് നന്നായിട്ട് മനസ്സിലാകും. കാരണം ഞാൻ കാണാൻ പോയി നിന്നതാണല്ലോ അവിടെ. പതിദാർ ആന്തോളൻ കാണാൻ പോയി നിന്ന പൊട്ടന്മാരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് മനസ്സിലായി. ഞാൻ ഈ TV അങ്ങ് വിട്ടു. മൊബൈൽ എടുത്തിട്ട് ഹിന്ദി റിപ്പോർട്ടർമാരുണ്ട്, യൂട്യൂബർമാരുണ്ട്, സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അത് ഓരോരുത്തരെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഒരു സ്ത്രീ, അവർ ബോൾഡായിട്ട് ജന്തർ മന്ദറിൽ പോയി. എന്നിട്ട് അവരൊരു ലോങ് ഷോട്ട് കാണിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു 300 പേരുണ്ട്. അവർ പറഞ്ഞു, നുള്ളിപ്പെറുക്കി കഴിഞ്ഞാൽ, കാണാൻ വന്നവരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, പിന്നെ പോലീസിനെയും കൂട്ടിയാൽ 1000 പേര് വരും. ഇതാണ് ആ സ്ത്രീ പറഞ്ഞത്. അവർ പറഞ്ഞു, ഞാനിത് നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ട് ചെയ്യാം, എനിക്കിപ്പോൾ CJP എങ്ങനെ പോയാലും പോയില്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ വെറുതെ സത്യസന്ധമായിട്ടൊരു വീഡിയോ നിങ്ങളെ കാണിക്കുക എന്നുള്ളതല്ലാതെ ഒരു കമൻറ്റോ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. അവരുടെ ഒരു 3 മിനിറ്റ് വീഡിയോ ആയിരുന്നു, ക്ലിയർ വീഡിയോ. ബാക്കിയുള്ള വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ പോലീസുകാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അത് 1000 വരെ കൂടി. 1000 പോലീസുകാരുണ്ടായിരുന്നു, 1000 CJPക്കാരുണ്ടായിരുന്നു, 2000 2000 അതിൽ കൂടുതലോ കാണികളും ഉണ്ടായിരുന്നു.
അപ്പോൾ 2, 1, 3, 4 4000 പേര് അപ്പോഴായി. ഈ 4000-ൽ 1000-മേ ഉള്ളൂ ഇവർ ആര് സമരക്കാർ. 1000 തന്നെ ഇതിനകത്ത് ക്യാമറാമാന്മാരുടെ എണ്ണം 500 ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 500 ഇല്ലെങ്കിലും 300 ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ സമരക്കാർ 700 പേരാണ്. അതിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു അപ്പൂപ്പൻ നിൽക്കുന്നു. ഇയാൾ ഇവിടുത്തെ ജൻസി. പുള്ളി വെയിലത്തങ്ങ് നിൽക്കുക. പുള്ളി ഈ ബഹളം കേട്ട് ഇതെന്താ സംഭവം എന്ന് അറിയാനായിട്ട് പുള്ളി ഒന്ന് ഇറങ്ങി നിന്ന് കണ്ണ് ശരിക്കും പിടിക്കുന്നില്ല. അത് കൂടെ വന്ന ആൾക്കാർ പറയും അപ്പൂപ്പനെങ്കിൽ കയറിപ്പോയി ഒരു വെയിലത്ത് തലകറങ്ങി വീഴും എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഒരുപാട് വെയിൽ കൊണ്ടിട്ടുണ്ടെന്നൊക്കെ അപ്പൂപ്പൻ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അഭിജിത്ത് ദീപ്കയെ താങ്ങിക്കൊണ്ട് 4-5 പേര് കൊണ്ടുവരുന്നു ഒരു കാറിനടുത്തേക്ക്. സലാം മർജായക. തല്ലിപ്പൊളി, ഇവൻ ചത്തുപോകും, പൊക്കട ഇവനെ. കാരണം 4 മണിക്കൂറായി വെയിൽ കൊണ്ട് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ ഇവിടെ വാടി തളർന്ന് വശകേടായി. അവൻ കാറിൻ്റെ നേർക്ക് കൈ കാണിക്കുന്ന കാറിൻ്റെ മുൻ സീറ്റിലിരുത്തന്നെ AC ഇട്, ഞാനൊന്ന് കാറ്റ് കൊള്ളട്ടെ. ഒരു കണക്കിന് അഭിജിത്ത് ദീപയെ തള്ളി ആ കാറിനുള്ളിലേക്ക് കയറ്റുന്നു. അവൻ ഒരാഴ്ച കട്ടിലേന്ന് എണീക്കില്ല കേട്ടോ. നിങ്ങൾ ചൂടുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ താമസിക്കുന്നവർക്കറിയാം, നമുക്ക് ചൂട് കൊണ്ട് നമ്മൾ പരവശരായി എന്ന് വയ്ക്കുക. സൺസ്ട്രോക്കിൻ്റെ ഒരു ആരംഭം, നമുക്ക് തല കറങ്ങുന്ന പോലെ തോന്നും, എവിടെയെങ്കിലും ഇരുന്നാൽ കിടക്കണമെന്ന് തോന്നും, കിടന്നാൽ എണീക്കണമെന്ന് തോന്നും, അസ്വസ്ഥത. ഇതൊക്കെ ഈ സൺസ്ട്രോക്ക് വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഉടൻ തന്നെ നമ്മൾ തണുത്ത വെള്ളം കുടിക്കുകയോ AC-യിൽ കയറി ഇരിക്കുകയോ ചെയ്താൽ പെട്ടെന്നൊരാശ്വാസം തോന്നുമെങ്കിലും ഒരു 10 ദിവസത്തെ പനി ഉറപ്പാണ്. കാരണം അത്ര പെട്ടെന്ന് നിങ്ങൾ ടെമ്പറേച്ചർ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. ഇത് ചൂടിൻ്റെയൊക്കെ, ചൂടുള്ള സ്ഥലത്തെ ആളുകൾക്ക് പ്രാഥമികമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു സൺസ്ട്രോക്ക് എനിക്ക് വരുന്നത് മഹാരാഷ്ട്രയിൽ വെച്ചാണ്. സൺസ്ട്രോക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത കാലം. പക്ഷേ ഞാൻ പുരി വെയിലത്ത് ഒരു 1.5 കിലോമീറ്റർ നടന്ന് ബാങ്കിൽ പോകണമായിരുന്നു. ബാങ്കിൽ ചെന്ന് കയറി ബാങ്കിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പരുവക്കേട്, എനിക്ക് തലകറക്കവും സംഗതിയൊക്കെ ആയിട്ട്. അതിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു മലയാളി ഒരു വീടെടുത്ത് താമസിക്കുന്നുണ്ട്, പരിചയക്കാരൻ. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഇങ്ങനെയാണ്. ഉടനെ പുള്ളി പറഞ്ഞു, ഇത് സൺസ്ട്രോക്കിൻ്റെ തുടക്കമാണ്, ഒരു കാര്യം ചെയ്യും, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി വെള്ളം താ. അയാൾ പറഞ്ഞു ഇപ്പം ഞാൻ വെള്ളം തരില്ല, വെള്ളം ഞാനൊന്ന് ഇച്ചിരി ചൂടാക്കട്ടെ എന്നിട്ട് തരാം. ഞാൻ പറഞ്ഞു എനിക്ക് തണുത്ത വെള്ളം വേണം. തരില്ല, തണുത്ത വെള്ളം ഇപ്പം കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിലത്തൊരു പുലുവായിട്ട് അതിൽ കുറച്ച് വെള്ളം തളിച്ച് ഒരു നനവ് വരുത്തിയിട്ട് അതിൽ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു ടേബിൾ ഫാനും വെച്ച് തന്നു. AC ഒന്നുമില്ല, ഒരു ടേബിൾ ഫാൻ വെച്ചിട്ട് അതിൽ ഞാൻ കിടന്നു. വെള്ളം ഒരല്പം ഇളം ചൂടായി കഴിഞ്ഞപ്പോൾ ഇയാൾ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് കൂടെ തരില്ല, ഇനി ഒരു ഇച്ചിരി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് സംഭവം കുറഞ്ഞത് 10 ദിവസം നിങ്ങൾ പനി പിടിച്ച് കിടക്കും. നമ്മളുടെ ബോഡി അങ്ങനെ പെട്ടെന്ന് ടെമ്പറേച്ചർ ചേഞ്ച് വരാൻ പാടില്ല, ഗ്രാജുവലായിട്ടേ വരാൻ പാടുള്ളൂ. ഇത് മഹാരാഷ്ട്രക്കാരനായ അഭിജിത്ത് ദീപ്കയ്ക്ക് അറിയേണ്ടതാണ്. പക്ഷേ എന്താണോ അവനിങ്ങനെയൊക്കെ കാണിച്ചു. എന്നിട്ട് ഇപ്പോൾ ട്വിറ്ററിൽ എഴുതിയിട്ടിരിക്കുന്നു, ഞാൻ വീട്ടിൽ പോവുകയാണ്, എനിക്ക് അച്ഛനെയും അമ്മയും കാണണം. അവർ ഈ ബഹളം കണ്ട് പേടിച്ചിട്ട് അവർ വേറൊരു വീട്ടിൽ പോയി താമസിക്കുകയാണ്. ഞാൻ ആ വീട്ടിൽ പോയി അവരെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്, അടുത്ത ആഴ്ച കാണാം എന്ന് പറഞ്ഞിട്ട് ഈ പാറ്റ അങ്ങ് കടന്നു. ബാക്കി പാറ്റകളൊക്കെ ആരാ? ഇവരൊന്നും ജൻസിയൊന്നുമല്ല, കുറേ എണ്ണം JNUവിൽ നോന്നതാണ്. അപ്പോൾ അത് നിങ്ങളും കണ്ടു കാണും. ഈ ഡഫ്ലി എന്ന് പറയുന്നത് നമ്മുടെ ഗിഞ്ചറയേക്കാൾ വലിയ ഒരു വാദ്യം, അതിങ്ങനെ കൊട്ടിക്കൊണ്ട് ഡിങ്കിട്ട് ഡിക്കിൻ ഡിങ്കിട്ട് ഡിക്കിൻ ഡിങ്കിട്ട് ഡിക്കിൻ. അപ്പോൾ മോദി തേരി ഖബർ ഖുദേഗി ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ, അമിത് ഷാ की खबर खुदेगी इंशा अल्लाह इंशा अल्लाह, RSS की खबर खुदेगी इंशा अल्लाह इंशा अल्लाह, ജിങ്കിട്ട് ജിക്കിൻ ജിങ്കിട്ട് ജിക്കിൻ. ഈ പരിപാടി JNUവിലെ പരിപാടിയാണ്. നിങ്ങളതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കാണും. ഇത് കണ്ടറിയാം, ഇത് JNUവിൽ നിന്ന് ASF, SFI, പിന്നെ AISA ഐലസ എന്നൊക്കെ പറഞ്ഞുള്ള ചപ്പ് ചവറുകളെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എവിടെ സമരമുണ്ടോ അവിടെ വരും. ഒരമ്മച്ചി
അത് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ, ഏത് ഹിന്ദി യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാലും എല്ലാവരും കവർ ചെയ്യുന്നു. ഈ അമ്മച്ചി CAA സമരകാലത്ത് ഈ അമ്മച്ചി, കർഷക സമരകാലത്ത് ഈ അമ്മച്ചി, ഇങ്ങനെ സകല സമരത്തിലും ഈ അമ്മച്ചിയുണ്ട്. ആരാണ് ഈ അമ്മച്ചി എന്ന് ആർക്കും അറിയാമല്ല. പക്ഷേ ഇത്തവണ അമ്മച്ചിയെ ആൾക്കാർ പിടിച്ചു. അപ്പോൾ ഇവരെ ഇതിനു മുമ്പ് മറ്റേ സമരത്തിൽ കണ്ടതാണല്ലോ. അതിൻ്റെ വിഷ്വൽസ് എടുത്ത് നോക്കിയപ്പോൾ അതിലും ഉണ്ട് ഈ അമ്മച്ചി. ഈ വിഷ്വൽസ് എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാവരും കാണിച്ചു. സ്ഥിരം സമരം ചെയ്യുന്ന ഒരു അമ്മച്ചിയാണ്. അങ്ങനെ സ്ഥിരം സമരക്കാർ ഇത് കഴിഞ്ഞ് ഇതിനൊരു കൊഴുപ്പോ ആരോഗ്യമോ ഒന്നുമില്ലാഞ്ഞിട്ടായിരിക്കും ഏകദേശം ഉച്ച തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആനി രാജ വന്നു. അപ്പോൾ നമ്മുടെ മലയാളം ചാനലുകൾ വിളിച്ചു വരുത്തിയതാണ് കേട്ടോ. നമ്മുടെ രഘുവംശമോ കുരുവംശമോ ഒക്കെ കൂടിയിട്ട് വിളിച്ചു വരുത്തിയതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അവർ ഈ വയസ്സുകാലത്ത് ഈ വെയിലത്ത് അവരിറങ്ങി വരും. ഏതായാലും അവർ വന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളെ ആരാ ഉപദ്രവിച്ചത്? അവർ പറഞ്ഞു, ഞങ്ങളെ ആരും ഉപദ്രവിച്ചില്ലല്ലോ. അപ്പോൾ എന്തോ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് കാണും, നമുക്കറിയാൻ പറ്റില്ല. ക്യാമറാമാൻ അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ആനി രാജയാണ് നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ആനി രാജ പെട്ടെന്ന് പറഞ്ഞു, അത് ഞങ്ങൾ ഈ RSSകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അവർ വന്ന് ഞങ്ങളെ വെല്ലുവിളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇയാൾ ചോദിക്കുന്നു, തല്ലിയോ? ഇല്ല, തല്ലിയൊന്നുമില്ല. അല്ല, അത് ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. ഒരാൾ ഉരുണ്ട് വീണെന്ന് തോന്നുന്നു, അത് ഞാൻ ആശുപത്രി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആനി രാജ കൂടെ പതറി. അവർക്ക് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്താലല്ലേ അവർക്ക് കൃത്യമായിട്ട് ഇത് അറിയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് പോയിട്ട് അമ്മച്ചി ഒന്ന് ജന്തർ മന്ദിറിൽ വരെ വരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് സാരി ഉടുത്തില്ല എന്നാക്കി മറ്റേ പൊട്ടെടുത്തിട്ട് ആന ചവിട്ടിയ പോലെ ഒരു പൊട്ടുണ്ടല്ലോ, അതും എടുത്ത് നെറ്റിയിൽ ഫിറ്റ് ചെയ്തിട്ട് അമ്മച്ചി ഓടി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സ്ക്രിപ്റ്റ് കയ്യിലില്ല, അതുകൊണ്ട് കൃത്യമായ ഉത്തരം തരാൻ പറ്റിയില്ല. ചുരുക്കി പറഞ്ഞ് ഒരു 5 മണിക്കൂർ എല്ലാവരും ജന്തർ മന്ദിറിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സമാധാനമായിട്ട് പിരിഞ്ഞുപോയി. കാരണം ഇവരുടെ പരിപാടി ആൾ വരാത്തതിന് കാര്യമുണ്ടെന്ന്, ആൾ വരണം എന്ന് ഇവർ ആഗ്രഹിച്ചില്ല. മനസ്സിലായോ? ഇവരുടെ പരിപാടി അഭിജിത്ത് ദീപ്കയെ എയർപോർട്ടിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ അധികം ആളൊന്നും ആവശ്യമില്ല. ഞങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പ്രസംഗിക്കുക ചാനലിൻ്റെ മുമ്പിൽ. ഇതിനൊക്കെ 4-5 പേര് മതി. ആകെ ചെയ്തു, ഞങ്ങളുടെ സമരം അട്ടിമറിച്ചു, മനുഷ്യാവകാശ ലംഘനം ഞങ്ങൾ സുപ്രീം കോടതി കണ്ടോളാം എന്ന് പറയും. പിറ്റേ ദിവസം നമ്മുടെ കപിൽ സിബൽ ചാടി വീഴും. സുപ്രീം കോടതിയിൽ പറയും മനുഷ്യാവകാശ ലംഘനം, അയാളെ തുറന്നു വിടും എന്നൊക്കെ പറയും. സുപ്രീം കോടതി പറയും എന്തിനാ അയാളെ അറസ്റ്റ് ചെയ്തു? സാറേ, അയാൾ ഇവിടെ വന്ന് കുഴപ്പമുണ്ടാക്കുമായിരുന്നു. ശരി, ഉണ്ടാക്കിയൊന്നുമില്ലല്ലോ, തുറന്നു വിടുക അയാളെ ജാമ്യത്തിൽ. അതോടെ വിജയിച്ച് സമരം വിജയിച്ച് തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയാണ് ഇവർ വിചാരിച്ചത്. നടന്നില്ല. ഇപ്പം പിന്നെ പ്ലാൻ B ഉണ്ടായിരുന്നു കയ്യിൽ. എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നേരെ പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ പോവുക, ഞങ്ങൾക്ക് സമരം ചെയ്യാൻ അനുമതി തരണം എന്നാവശ്യപ്പെടുക. പോലീസ് തരില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഒരു കച്ചറ ഉണ്ടാക്കുക. അതിന് എന്ത് വേണം? ഒരു 25-30 ആൾ, അത് കൂടുതൽ വേണ്ടല്ലോ. ഇവർ മര്യാദയില്ലാത്തവരാണെങ്കിലും പോലീസിനൊരു മര്യാദയുണ്ട്. അതുകൊണ്ട് 25 പേരുണ്ടെങ്കിൽ അവിടെ ഒരു കച്ചറ ഉണ്ടാക്കാം. അപ്പോൾ പോലീസുകാരെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും മനുഷ്യാവകാശം, സ്വാതന്ത്ര്യം, ജന്മാവകാശമാണ്, ഭരണഘടനയാണെന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളാം. ഈ പരിപാടിയെല്ലാം ഡൽഹി പോലീസ് പൊളിച്ചു കൊടുത്തു. അഭിജിത്ത് ദീപ്കെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡൽഹി പോലീസ് അവിടെയുണ്ട്. മോനെ ഇവിടെ വന്നേ. എന്താ ചേട്ടാ? നിനക്ക് സമരം ചെയ്യാനുള്ള പെർമിഷനാണിത് കേട്ടോ, അതിൻ്റെ കടലാസാണ്, വായിച്ചു നോക്ക്. ഇവൻ വായിച്ചു നോക്കി. ഇവൻ പറഞ്ഞല്ല, ഞാൻ പെർമിഷൻ ചോദിച്ചില്ല. അല്ല, ഒരു പെർമിഷൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നിനക്ക് തരികയാണ്. നീ ഒരു വഴിക്ക് പോവുകയല്ലേ, ഈ പെർമിഷൻ മടക്കി പോക്കറ്റിലിട്ടു. ഇവൻ്റെ പരിപാടി സപ്തനാടിയും തളർന്നു. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ലേ? എന്തിന്? നീ സമരം ചെയ്യാൻ പോവില്ല, ഭരണഘടന സംരക്ഷിക്കാൻ വന്നിരിക്കുകയല്ലേ, പോയി സമരം ചെയ്യണം. ഇവന് അപ്പോൾ പ്ലാൻ ചെയ്തതനുസരിച്ച് ഇവൻ ആദ്യം പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ പോകണം, പിന്നെ അവിടെ നിന്ന് ജന്തർ മന്ദിറിൽ പോകണം. അങ്ങനെ തന്നെ പോയി. പാർലമെൻറ്റ് സ്ട്രീറ്റിൽ പോയി. അവിടെ ഉണ്ട് 10-15 പേര്. അവരോട് പറഞ്ഞു, എടാ നമ്മുടെ പരിപാടി പൊളിഞ്ഞു. എന്ത് പറ്റൂടാ? അവർ പെർമിഷൻ തന്നു കളഞ്ഞടാ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ജന്തർ മന്ദിറിൽ പോകാം. അങ്ങനെ ജന്തർ മന്ദിറിൽ പോകാം. ജന്തർ മന്ദിറിൽ ആരോടും വരാൻ പറഞ്ഞിരുന്നില്ല. പിന്നെ അവിടെ ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പോഴാണ് JNUവിൽ അറിയിച്ചിട്ട്, ചേട്ടാ അവിടെ എന്താണ്, ഇവിടെ സമരമാണ്.
അവിടെ സമരക്കാർ സ്ഥിരമുണ്ട്, സമരത്തൊഴിലാളികൾ, ആന്തോളൻ ജീവി. ഈ ജീവിയെല്ലാം അവിടെ വന്നിട്ട് പാറ്റയായിട്ട് വേഷം മാറിയിട്ട് നടത്തിയ കലാപരിപാടി. അവസാനം ഷൂ നായിക്ക്. എന്തൊരു കഷ്ടമാണ്, എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇവർ ഈ നീറ്റ് CBSE പരീക്ഷ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ല. ഞാൻ തന്നെ അതിൽ പറഞ്ഞിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, മര്യാദയ്ക്ക് പറഞ്ഞാൽ രാജിവെക്കണം എന്നൊക്കെ ഞാൻ എന്നെപ്പോലുള്ള മനുഷ്യരൊക്കെ പറഞ്ഞു. ഞങ്ങളാരും മോദിയെ അമിത്ഷായെ തല്ലി ഓടിക്കാനൊന്നും നിങ്ങൾക്ക് കൂട്ടു നിൽക്കില്ല, അതൊന്നും വിചാരിക്കണ്ട. ബട്ട് പൗരാവകാശം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, ഉത്തരവാദിത്വമുള്ള ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്, ഈ ബോധ്യമൊക്കെ ഞങ്ങൾക്കുണ്ട്. മക്കളെ, ഞങ്ങളുമൊക്കെ ജെൻസി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ, അത് വിചാരിക്കരുത്. ജെൻസിയുടെ സ്വഭാവം, ജെൻസിയുടെ പ്രത്യേകത, ഇതൊക്കെ ജെൻസിയേക്കാൾ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു പയ്യൻ ഒരു ബൈക്കും എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ എവിടം വരെ പോകും എന്ന് ഈ പ്രായത്തിനുള്ളിൽ ഞങ്ങൾക്കും മനസ്സിലാവും. ബോധമില്ലാതെ അല്ല ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് അനാവശ്യമായ ലഹളയും ബഹളവും ഒന്നും ഉണ്ടാക്കണ്ട. ഈ അഭിജിത്ത് ദീപ്കെ അവനിരുന്ന് അമേരിക്കയിലല്ലേ, അവന് ബോസ്റ്റണിലും എങ്ങാണ്ട് പഠിക്കുകയാണ്. അവിടെ പഠിച്ചാൽ പോരെ അവന്. ഇവിടെ പഠിക്കുന്ന പിള്ളേരുടെ കാര്യം ഇവിടെ ഉള്ളവർ നോക്കിക്കോളും. അതുകൊണ്ട് അനാവശ്യമായ സമരം ഒരു കാര്യം, ജെൻസിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ജെൻസി ഇവൻ്റെ വാക്ക് കേട്ടിട്ട് ജന്തർ മന്ദിറിലും പോയില്ല, ഒരു കഴുകിനും പോയില്ല. ഇവന് സ്ഥിരം സമരക്കാരെ അല്ലാതെ, ആന്തോളൻ ജീവികളെ അല്ലാതെ ഒരു ജെൻസിയെ കൊണ്ടുവരാൻ അവന് സാധിച്ചില്ല. ഒരുത്തനും ഇറങ്ങിയില്ല. കാരണം അവൻ അടുത്ത CBSEക്ക് അല്ലെങ്കിൽ അടുത്ത നീറ്റ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനീ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് വെയിലത്ത് തെരുവിൽ ഇറങ്ങിയിട്ട് ബോധം കെട്ട് വീണ് ആശുപത്രി കൊണ്ടുപോകാനൊന്നും അവന് നേരെയില്ല. പറ്റിയതോ പറ്റി, ചോദ്യപേപ്പർ ചോർന്നു, അതെന്തോ ശരിയാക്കുന്നുണ്ട്, 2 പേരെ സ്ഥലം മാറ്റുക, അത് എന്താണെന്ന് വെച്ചാൽ സർക്കാർ നോക്കിക്കോളും. നമ്മളടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണ്ടേ? അല്ലാതെ ഈ പരീക്ഷയുടെ സമരമായിട്ട് ജീവിതം കളയാൻ പറ്റുമോ? ഇങ്ങനെ വിചാരിച്ചിട്ട് ജെൻസി വന്നില്ല. അങ്ങനെ പാറ്റ പരിപാടി പൊളിഞ്ഞു. ഈ പാറ്റയുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ വലിയ പൊങ്ങച്ചം പറയുന്നുണ്ട്. ആറ്റം ബോംബ് വീണാൽ പോലും പാറ്റ ചാവില്ല, കഴുത്ത് കണ്ടിച്ച് ഇട്ട് കഴിഞ്ഞാൽ 6 മണിക്കൂർ വരെ ജീവിച്ചിരിക്കും, ശ്വാസം കൊടുത്തില്ലെങ്കിൽ 3/4 മണിക്കൂർ വരെ ജീവിച്ചിരിക്കും. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ മാതൃഭൂമി ചർച്ചയിൽ എന്താ ആര്യ, അങ്ങനെയാണ് ആ കുട്ടിയുടെ പേരെന്ന് തോന്നുന്നു, ആങ്കറാണ്, അവരാണ് ഈ വിവരമൊക്കെ എനിക്ക് തന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് കളിക്കുന്നത് ഞാൻ കണ്ടു. അതിന് താഴെ രസികനൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ആറ്റം ബോംബ് വീണാൽ പാറ്റ ചാകുമൊന്നുമില്ല, പക്ഷേ മലന്ന് കിടന്നു കഴിഞ്ഞാൽ കയ്യും കാലും ഇട്ട് അടിക്കുകയല്ലാതെ പാറ്റയ്ക്ക് വേറെ രക്ഷയൊന്നുമില്ല, ചുമ്മാ അങ്ങനെ കിടക്കും. നേരെയാവാൻ പാറ്റയ്ക്ക് സാധ്യമല്ല, പരസഹായമില്ലാതെ പാറ്റയ്ക്കൊരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല എന്നൊരു രസികൻ മറുപടി എഴുതിയിട്ടിരുന്നു. അങ്ങനെ പാറ്റ മലന്ന് കിടന്നു പോയ ഒരു ദിവസമാണ്. അതും ഒരു ദിവസം എന്ന് വിചാരിക്കുക, അല്ലാതെ എന്ത് പറയാൻ. താങ്ക് യു.